Welcome to Science of Economics. I am Dr. Sajini Jayaprasad. ഈ വീഡിയോയിൽ നമ്മൾ പരിഗണിക്കുന്നത് സർവേയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തെല്ലാമാണെന്നതാണ്. Instruments used in surveys or mode of inquiry or method of data collection. That means how do we collect primary data? Okay. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിവിധ രീതികൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദ കളക്ഷൻ ഓഫ് പ്രൈമറി ഡേറ്റ ക്യാൻ ബി ഡൺ ബൈ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ടെലിഫോൺ ഇൻ്റർവ്യൂ, ഇൻഫർമേഷൻ ഫ്രം ലോക്കൽ കറസ്പോണ്ടൻറ്റ് ആൻഡ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ. ഓരോ പഠനത്തിനും ഓരോ രീതികളാണ് ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ഒന്നിലധികം രീതികൾ ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ട്. ഈ രീതികൾ അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ആദ്യം ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, വ്യക്തികളുമായുള്ള അഭിമുഖ രീതി. വിവരം ലഭിക്കേണ്ട വ്യക്തികളിൽ നിന്ന് അന്വേഷകൻ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണിത്. The researcher or the investigator conducts face-to-face interviews with the respondents. He approaches the object, conduct enquiry on the spot and collect information. വളരെ കൃത്യമായ ഡേറ്റ ലഭിക്കുന്നതിനാൽ ഇത് നല്ല ഒരു രീതിയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഈ അവസരത്തിൽ അഭിമുഖ രീതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നതുകൂടി നോക്കുന്നത് നന്നായിരിക്കും. Advantages of direct personal interview: more accurate and reliable information. വിവരങ്ങൾ കൃത്യവും വിശ്വസനീയവും ആയിരിക്കും. ഹൈ റെസ്പോൺസ്, വിവരദാതാക്കൾ വളരെ കൃത്യമായി തന്നെ പ്രതികരിക്കും. പോസിബിൾ ടു കളക്ട് സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ, അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കും. allows use of all types of questions. എല്ലാവിധ ചോദ്യങ്ങളും ചോദിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. അന്വേഷകന് സാഹചര്യത്തിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയും. ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ്, അൺസ്ട്രക്ചേർഡ് ഓർ അൺറെസ്ട്രിക്റ്റഡ് ക്വസ്റ്റ്യൻസിന് ഏറ്റവും പറ്റിയ രീതിയാണിത്. allows clarification of vague questions. വ്യക്തതയില്ലാത്ത ചോദ്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും അതുപോലെ വിവരദാതാക്കളുടെ സംശയങ്ങൾക്ക് ഉടൻ മറുപടി നൽകാൻ കഴിയുമെന്നുള്ളതും ഈ മെത്തേഡിൻ്റെ വലിയൊരു മെറിറ്റാണ്. ഇനി ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ഡിസഡ്വാൻറ്റേജസിലേക്ക് നമുക്കൊന്ന് കടക്കാം. മോർ എക്സ്പെൻസീവ്, ചെലവേറിയതാണ്. മോർ ടൈം ടേക്കിംഗ്, കൂടുതൽ സമയം ഇതിനാവശ്യമായി വരും. പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ്, വിവരദാതാവിനെ അന്വേഷകൻ സ്വാധീനിക്കാനിടയുണ്ട്. അൺസ്യൂട്ടബിൾ വെയർ ഏരിയ ഈസ് ലാർജ്, അന്വേഷണ മണ്ഡലം വളരെ വലുതാണെങ്കിൽ ഈ രീതി ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. ഇന്നബിലിറ്റി ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ മേ ലീഡ് ടു ഫോൾട്ടി റിസൾട്ട്സ്, അന്വേഷകന്റെ പ്രാഗൽഭ്യമില്ലായ്മയും പ്രശ്നമാകും. അടുത്ത മെത്തേഡാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. അണ്ടർ ദിസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ കോൺടാക്ട്സ് തേർഡ് പാർട്ടീസ് ഓർ വിറ്റ്നസ് capable of supplying the required information. Example, clues about theft or murders are obtained by the police by interrogating third parties. മറ്റൊരു മെത്തേഡാണ് ടെലിഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ്, ടെലിഫോൺ അഭിമുഖം. അന്വേഷകൻ വിവരദാതാക്കളിൽ നിന്നും ടെലിഫോണിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണിത്. In a telephone interview, the investigator asks questions over the telephone. വിവരദാതാവിന് ടെലിഫോൺ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതി വിജയിക്കുകയുള്ളൂ. എന്നാൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഈ രീതി കഷ്ടിച്ചു മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എന്തൊക്കെയാണ് ടെലിഫോൺ ഇൻ്റർവ്യൂവിൻ്റെ നേട്ടങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം.
ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. റിലേറ്റീവ്ലി ലോ കോസ്റ്റ്, താരതമ്യേന ചെലവ് വളരെ കുറവാണ്. ലെസ് ടൈം, കുറഞ്ഞ സമയം മതി ഡേറ്റ കളക്ട് ചെയ്യാൻ. ലെസ് എഫോർട്ട്, കവർ എ വൈഡ് ജോഗ്രഫിക് ഏരിയ, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ ഈ മെത്തേഡ് കൊണ്ട് സാധിക്കും. റിലേറ്റീവ്ലി ഹൈ റെസ്പോൺസ് റേറ്റ്, ഉയർന്ന പ്രതികരണശേഷി. ദ ഇൻഫോർമന്റ് ക്യാൻ അവോയ്ഡ് സ്ട്രെയിൻ ഓഫ് റൈറ്റിംഗ്, വിവരദാതാവിന് ഉത്തരം എഴുതി മെനക്കെടേണ്ട ആവശ്യം ഈ മെത്തേഡിലില്ല. ദ ഇൻഫോർമന്റ് ക്യാൻ സ്പീക്ക് ഓപ്പൺലി, വിവരദാതാവിന് അവൻ്റെ ആശയങ്ങൾ തുറന്ന് സംസാരിക്കാൻ കഴിയുന്നു. ഇനി എന്തൊക്കെയാണ് ഈ മെത്തേഡിൻ്റെ പരിമിതികൾ, ഡിസഡ്വാൻറ്റേജസ് എന്നൊന്ന് നോക്കാം. റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ്, പ്രതികരണം വീക്ഷിക്കാൻ കഴിയുന്നില്ല. കനോട്ട് സീ ദ ബോഡി ലാംഗ്വേജ്. പ്രോബ്ലം ഓഫ് ആക്സസിബിലിറ്റി ഓഫ് ടെലിഫോൺസ്, വിവരദാതാവിന് ടെലിഫോൺ സൗകര്യം ഉണ്ടാകണമെന്നില്ല. അതുപോലെ ടെലിഫോൺ ലൈനിൻ്റെ വ്യക്തതയും ഒരു പ്രശ്നമാണ്. ദ ഇൻഫോർമന്റ് മേ പ്രൊവൈഡ് ഇൻകറക്റ്റ് ഡേറ്റ, ചിലപ്പോൾ വിവരദാതാവ് വ്യക്തമായ വിവരങ്ങൾ നൽകാതെ ഇരിക്കും, അതും ഒരു പ്രശ്നമാണ്. ദ ഇൻഫോർമന്റ് മേ റെഫ്യൂസ് ടു പാർട്ടിസിപ്പേറ്റ്, ചിലപ്പോൾ വിവരദാതാക്കൾ വില്ലിങ് ആയിരിക്കില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിമെറിറ്റ്സ്. ഇനി അടുത്ത മെത്തേഡ്, ഇൻഫർമേഷൻ ഫ്രം ലോക്കൽ കറസ്പോണ്ടന്റ്. അണ്ടർ ദിസ് മെത്തേഡ് the investigator appoints local agents or correspondent in different places to collect information. They collect information in their own fashion. Newspaper agencies generally adopt this method. അടുത്ത മെത്തേഡാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, തപാൽ മുഖേനയുള്ള ചോദ്യാവലി. അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ പട്ടികയ്ക്കാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ചോദ്യാവലി വിവരദാതാക്കൾക്ക് അയച്ചു കൊടുക്കുന്ന ഒരു രീതിയാണിത്. This method of investigation is done by the investigator sending questionnaire to the respondent. The questionnaire is sent to each individual by mail with a request to complete and return it by a given date. ക്വസ്റ്റ്യനെയർ മെത്തേഡിൻ്റെ മേന്മകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലീസ്റ്റ് എക്സ്പെൻസീവ്, ചെലവ് വളരെ കുറവായിരിക്കും. only method to reach remote areas, വിദൂര മേഖലകളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഏക മാർഗമാണിത്. നോ ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടന്റ്, വിവരദാതാവിനെ അന്വേഷകൻ യാതൊരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. മെയിൻറ്റെയിൻസ് സീക്രസി ഓഫ് റെസ്പോണ്ടൻസ്, വിവരദാതാവിൻ്റെ സീക്രസി കാത്തുസൂക്ഷിക്കുന്നു. ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്, സെൻസിറ്റീവായ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ മാർഗമാണിത്. പെർമിറ്റ്സ് ദ റെസ്പോണ്ടന്റ് ടു ടേക്ക് സഫിഷ്യൻറ്റ് ടൈം, ചോദ്യങ്ങൾ വളരെ നന്നായി വായിച്ച് ഉത്തരം നൽകുന്നതിന് വിവരദാതാവിന് ധാരാളം സമയം ഈ മെത്തേഡിലൂടെ ലഭിക്കുന്നു. ഇനി ഇതിൻ്റെ പരിമിതികൾ, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. ലോങ് റെസ്പോൺസ് ടൈം, പ്രതികരണത്തിന് കൂടുതൽ സമയമെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ഫെയിൽസ് ടു ക്ലാരിഫൈ ഡൗട്ട്സ്, വിവരദാതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയില്ല. റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ്, വിവരദാതാക്കളുടെ പ്രതികരണം വീക്ഷിക്കുവാൻ ഈ മെത്തേഡ് വഴി സാധിക്കില്ല. ആപ്ലിക്കബിൾ ഓൺലി ഇഫ് ദ ഇൻഫോർമൻ്റ് ഈസ് ലിറ്ററേറ്റ്, ഈ മെത്തേഡ് അനുസരിച്ച് വിവരദാതാക്കൾ സാക്ഷരരായിരിക്കണം. പോസിബിലിറ്റി ഓഫ് നോട്ട് റിട്ടേണിംഗ് ദ ക്വസ്റ്റ്യനെയർ, പൂരിപ്പിച്ച ചോദ്യാവലി വിവരദാതാക്കൾ എപ്പോഴും കൃത്യസമയത്ത് തിരിച്ചയക്കണമെന്നില്ല. ചിലപ്പോൾ അത് തിരിച്ചയക്കാതെയും ഇരിക്കാം. അതുപോലെ തന്നെ വിവരങ്ങൾക്ക് മനഃപൂർവ്വം തെറ്റായ ഉത്തരങ്ങൾ നൽകുവാനും സാധ്യതയുണ്ട്.
ഇത് ഈ മെത്തേഡിൻ്റെ ഒരു വലിയ പോരായ്മ തന്നെയാണ്. കൺട്രോൾ ഓവർ ക്വസ്റ്റിനെയർ മേ ബി ലോസ്റ്റ് വൺസ് ഇറ്റ് ഈസ് സെൻഡ്. ക്വസ്റ്റിനെയർ അയച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് അതിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമാകും. നോ സ്കോപ്പ് ഫോർ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ്. അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കുവാൻ യാതൊരു മാർഗവുമില്ല എന്നതും ക്വസ്റ്റിനെയർ മെത്തേഡിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. ഈ അവസരത്തിൽ ക്വസ്റ്റിനെയറും ഷെഡ്യൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ or enumerator himself fills the forms by asking questions to the respondents directly, the form is called schedule. ഇൻവെസ്റ്റിഗേറ്റർ തന്നെ റെസ്പോണ്ടന്റിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ഇന്റർവ്യൂ ഷെഡ്യൂൾ. എന്നാൽ റെസ്പോണ്ടൻസ് തന്നെ അത് ഫില്ല് ചെയ്യുന്നതാണ് ക്വസ്റ്റിനെയർ. ഇഫ് an investigator send the form to the respondent to get it filled, the form is called questionnaire. ഇനി നമുക്ക് ക്വസ്റ്റിനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിലേക്ക് പോകാം. ഷെഡ്യൂൾ ഫിൽഡ് ബൈ ദ ഇൻ്റർവ്യൂവർ. ഷെഡ്യൂൾ ഫില്ല് ചെയ്യുന്നത് ഇൻ്റർവ്യൂവർ ആയിരിക്കും. അതേസമയം ക്വസ്റ്റിനെയർ ഫില്ല് ചെയ്യുന്നത് റെസ്പോണ്ടൻ്റ് ആയിരിക്കും. ഷെഡ്യൂൾ ഉപയോഗിക്കുമ്പോൾ വളരെ നല്ല പ്രതികരണമായിരിക്കും വിവരദാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ക്വസ്റ്റിനെയറിൽ പുവർ റെസ്പോൺസ് ആയിരിക്കും. അതുപോലെ ഷെഡ്യൂൾ റിക്വയർസ് മോർ ടൈം, ബട്ട് ക്വസ്റ്റിനെയർ റിക്വയർസ് ലെസ് ടൈം. ഷെഡ്യൂളിൽ വിവരങ്ങൾ ശേഖരിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ്. അതേസമയം ക്വസ്റ്റിനെയറിൽ വിവരങ്ങൾ ശേഖരിക്കാൻ കുറച്ച് സമയം മതി. അതുപോലെ ഷെഡ്യൂൾ മോർ കോസ്റ്റ്ലി ആണ്, ക്വസ്റ്റിനെയർ ലെസ് കോസ്റ്റ്ലി ആണ്. അതായത് ഷെഡ്യൂളിൽ വിവരദാതാവിനെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് മോർ കോസ്റ്റ്ലി. അതേസമയം ക്വസ്റ്റിനെയറിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കുകയാണ്, സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ലെസ് കോസ്റ്റ്ലി ആണ്. ഇൻ ദ കേസ് ഓഫ് ഷെഡ്യൂൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഈവൻ ദ റെസ്പോണ്ടന്റ് ഈസ് ഇല്ലിറ്ററേറ്റ്. റെസ്പോണ്ടന്റ് നിരക്ഷരനാണെങ്കിൽ കൂടി ഷെഡ്യൂൾ വഴി നമുക്ക് വിവരം ശേഖരിക്കുവാൻ സാധിക്കും. അതേസമയം റെസ്പോണ്ടന്റ് നിർബന്ധമായും അക്ഷരാഭ്യാസമുള്ളവനാണെങ്കിൽ മാത്രമേ ക്വസ്റ്റിനെയർ വഴി നമുക്ക് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇൻഫർമേഷൻ ആർ റിലയബിൾ ഇൻ ദ കേസ് ഓഫ് ഷെഡ്യൂൾ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്വസ്റ്റിനെയർ ഇൻഫർമേഷൻ ആർ നോട്ട് റിലയബിൾ. കുറച്ചുകൂടി വിശ്വാസ്യതയുള്ളതായിരിക്കും ഷെഡ്യൂൾ വഴി കിട്ടുന്ന വിവരങ്ങൾ. അതേസമയം ക്വസ്റ്റിനെയറിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ വിശ്വാസ്യത അല്പം കുറയും. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒന്നാണ് ചോദ്യാവലി എന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. The questions must be simple, short and easy to understand. ചോദ്യങ്ങൾ ലളിതവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമായിരിക്കണം. That means the words used in framing questions must be familiar to the respondents. The number of questions should be kept to the minimum. ചോദ്യാവലിയിൽ വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉണ്ടാകാവൂ. ചോദ്യങ്ങൾ അധികമായാൽ പലരും ഉത്തരം നൽകുവാൻ മടി കാണിക്കും. I think 15 to 25 may be regarded as a fair number. Questions should be arranged logically. ചോദ്യങ്ങൾ യുക്തിസഹമായ രീതിയിൽ ക്രമപ്പെടുത്തിയിരിക്കണം. ഒരു ചോദ്യം തുടർന്നുള്ള ചോദ്യത്തിലേക്ക് നയിക്കത്തക്ക വിധം ക്രമപ്പെടുത്തണം. Inconsistent questions should be avoided. For example, before asking a woman informant how many children she has, it will be better to ask whether she is married or not. Similarly, it will be illogical to ask a man his income before asking him whether he is employed or not. So,
The logical arrangement of questions will enable the respondent to give correct and immediate answer. Questions which require mathematical calculations must be avoided. സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ ചോദ്യാവലിയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. As far as possible, personal questions should be avoided. വ്യക്തിപരമായ ചോദ്യങ്ങൾ കഴിയുന്നത്ര നമ്മൾ ഒഴിവാക്കണം. The question should not be provoking. It should not hurt the feelings of the respondent. വിവരദാതാവിൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിർബന്ധമായും ഒഴിവാക്കിയിരിക്കണം. As far as possible, questions should be answered in yes or no. അതായത് രണ്ടുത്തരങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുന്ന തരത്തിലുള്ള ദ്വിമാർഗ ചോദ്യങ്ങൾ, 2-way questions ആയിരിക്കണം. ഇതാണ് വിവരദാതാവിന് വിവരം നൽകുവാൻ കുറച്ചുകൂടി സൗകര്യം. The question should be arranged within the topic. Questions എപ്പോഴും നമ്മളുടെ ടോപ്പിക്കിന് ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കണം. റിസർച്ച് ടോപ്പിക്കിനുള്ളിൽ നിന്ന് തന്നെ ആയിരിക്കണം. They should not be a sudden jump in asking questions. Simple to complex, near to far, concrete to abstract, easy to difficult, ഈ തരത്തിലായിരിക്കണം ചോദ്യങ്ങളുടെ അറേഞ്ച്മെന്റ്. നെക്സ്റ്റ്, ഇൻസ്ട്രക്ഷൻസ് ടു ഫിൽ ക്വസ്റ്റ്യനെയർ മസ്റ്റ് ബി ഗിവൺ. ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നിർബന്ധമായും ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തതായി, പ്രീ ടെസ്റ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ. ഈ ചോദ്യാവലി മുൻകൂർ പരിശോധന നടത്തിയിരിക്കണം. ഇതിനെ പൈലറ്റ് സർവേ എന്നാണ് പറയുന്നത്. As far as possible, questionnaire should be made attractive. Questions must be neatly arranged. Sufficient space for answers should be provided. Questionnaire should be enclosed with a covering letter. It should contain the purpose of the survey. It should also give assurance that his answers will be kept in confidence. ചോദ്യാവലി തയ്യാറാക്കിയ ശേഷം അതിൻ്റെ ഒരു മുൻകൂർ പരിശോധന, പൈലറ്റ് സർവേ നടത്തിയിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഇനി അതിൻ്റെ പ്രത്യേകതകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. പൈലറ്റ് സർവേ. The questionnaire should be pre-tested with a small group before sending it. That means when the questionnaire is ready, it is advisable to conduct a tryout with a small group of population. അതായത് തയ്യാറാക്കിയ ചോദ്യാവലി അയക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്രൂപ്പിൽ കൊടുത്ത് അവരെ കൊണ്ട് അത് പൂരിപ്പിക്കേണ്ടതാണ്. More clearly, pilot survey is the pre-testing of the questionnaire. അതായത് യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേ ആണ് പൈലറ്റ് സർവേ. Simply speaking, a tryout of the questionnaire on a small group to find its shortcomings. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ധാരാളം മെച്ചങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഈ മെച്ചങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. Advantages of pilot survey. It helps to access the suitability and clarity of the questionnaire. ചോദ്യങ്ങളുടെ അനുയോജ്യത, വ്യക്തത എന്നിവ മനസ്സിലാക്കുവാൻ സാധിക്കും. It helps to identify the drawbacks and shortcomings of the questionnaire. യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയുവാൻ സാധിക്കും. ചോദ്യങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി പരിഹരിക്കുവാൻ സാധിക്കും. It helps us to calculate the cost and time involved in the actual survey. യഥാർത്ഥ സർവേക്ക് വേണ്ട സമയം, ചെലവ് എന്നിവ പൈലറ്റ് സർവേയിൽ കൂടി മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും. It helps to evaluate the performance of enumerators. അന്വേഷകരുടെ പ്രകടനം വിലയിരുത്തുവാൻ കഴിയും, മുൻകൂട്ടി വിലയിരുത്തുവാൻ കഴിയും. Thus, through pilot survey, necessary changes have to be made before the actual survey is conducted. ചുരുക്കത്തിൽ യഥാർത്ഥ സർവേയുടെ പൂർണ്ണ വിജയത്തിന് പൈലറ്റ് സർവേ സഹായിക്കുമെന്നത് ഉറപ്പിച്ചു പറയുവാൻ നമുക്ക് സാധിക്കും. Next class, we will meet with census and sample survey. Thank you.